disease sickle cell anemia. Sickle cell anemia is an example for autosomal recessive disorder. നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. ഇതാണ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. സിക്കിൾ സെൽ അനീമിയ. അനീമിയ എന്ന് പറഞ്ഞാൽ തന്നെ ഓക്സിജൻ ഡെഫിഷ്യൻസി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അനീമിയക്ക് തന്നെ വരിക. അപ്പൊ നമ്മുടെ ഓക്സിജൻ നമ്മുടെ RBCയുടെ നോർമൽ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്ഡ് RBC ആണ്. പക്ഷെ സിക്കിൾ സെൽ അനീമിയ പേഷ്യൻസിൽ ആ RBCയുടെ ഷേപ്പ് എന്തായിട്ട് മാറും? ഇങ്ങനെ ഒരു സിക്കിൾ ഷേപ്പ് ആയിട്ട് മാറും, ഇങ്ങനെയൊക്കെ. അപ്പൊ എന്ത് പറ്റും? അതിൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് RBC ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഷേപ്പ് മാറി ഒരു ചുരുങ്ങി വളഞ്ഞ ഒരു ഷേപ്പ് ആയിട്ട് മാറും. അപ്പൊ അതിന്റെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. അങ്ങനെ അനീമിക്. അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. നമ്മുടെ ഹീമോഗ്ലോബിൻ, സാധാരണ അഡൽട്ട് ഹീമോഗ്ലോബിനിലെ രണ്ട് പാർട്ടാണുള്ളത്. അഡൽട്ട് ഹീമോഗ്ലോബിനിലെ ഏത് ഹീമോഗ്ലോബിനായാലും രണ്ട് പാർട്ടാണുള്ളത്, ഹീം പാർട്ട് പ്ലസ് ഗ്ലോബിൻ പാർട്ട്. ഹീം എന്ന് പറഞ്ഞാൽ അയൺ കണ്ടെയ്നിങ് പാർട്ടാണ് ഹീം എന്ന് പറയുന്നത്. ഇനി ഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രോട്ടീൻ പാർട്ട് അല്ലെങ്കിൽ അമിനോ ആസിഡ് ചെയിൻ വരുന്നതാണ് ഗ്ലോബിൻ പാർട്ട്. ഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ്. അപ്പൊ ഗ്ലോബിൻ ചെയിനില് രണ്ട് ചെയിനാണുള്ളത്, രണ്ട് തരം ചെയിനാണുള്ളത്. അഡൽട്ട് ഹീമോഗ്ലോബിൻ, ഹ്യൂമൻ ബീങ്സിലെ അഡൽട്ട് ഹീമോഗ്ലോബിനിൽ രണ്ട് തരം ചെയിനാണുള്ളത്. 2 ആൽഫ പ്ലസ് 2 ബീറ്റ. ഓക്കെ, 2 ആൽഫ 2 ബീറ്റ. ഇനി ഓരോ ആൽഫ ചെയിനിലും 141 അമിനോ ആസിഡ്സ് ഉണ്ട്. അതുപോലെ ഓരോ ബീറ്റ ചെയിനിലും 146 അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമിനോ ആസിഡ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടില്ലേ? അമിനോ ആസിഡ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ഇങ്ങനെ ജോയിൻ ചെയ്താണ് പ്രോട്ടീൻ ഉണ്ടാവുക. പ്രോട്ടീന് പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, ടേർഷ്യറി, സെക്കൻഡറി, ടേർഷ്യറി, ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നമ്മളതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ 2 ആൽഫയും 2 ബീറ്റയും കൊണ്ടാണ് ഹ്യൂമൻ ബീങ്സിലെ അഡൽട്ട് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതില് ബീറ്റ ചെയിനിന് വരുന്ന വേരിയേഷൻ ആണ് ഈ ഡിസീസ് ഉണ്ടാക്കുന്നത്. ബീറ്റ ചെയിനിൽ വരുന്ന വേരിയേഷൻ. ബീറ്റ ചെയിനിൽ 146 അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡിന്റെ പ്രത്യേകത, ഓരോ അമിനോ ആസിഡിന്റെയും പൊസിഷൻ, അതുപോലെ അത് ഏത് അമിനോ ആസിഡ് ആണ് എന്നുള്ളത് വളരെ പർട്ടിക്കുലർ ആണ്. ഒരെണ്ണം മാറി വേറെ ആയാൽ, ആദ്യം എത്ര അമിനോ ആസിഡ്സ് ഉണ്ട് കണ്ടുപിടിച്ചത്? നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. 20 അമിനോ ആസിഡ്സ് ഉണ്ട്. ഗ്ലൂട്ടാമിക് ആസിഡ്, വാലിൻ, പ്രൊലീൻ, ത്രിയോണിൻ, ഫിനൈലലാനിൻ, ടൈറോസിൻ എന്നൊക്കെ പറയാം, സെറീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ 20 അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പൊ ആ 20 അമിനോ ആസിഡ് അതിന്റെ ഓർഡർ മാറ്റി, അതിന്റെ നമ്പർ മാറ്റിയൊക്കെയാണ് ഈ കാണുന്ന പ്രോട്ടീൻസ്, ലക്ഷക്കണക്കിന് പ്രോട്ടീൻസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാല കോർക്കുന്ന പോലെ അമിനോ ആസിഡ്സിനെ കോർത്തിട്ടാണ് ഓരോ ചെയിനും ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോട്ടീന്റെ ഓരോ ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്, പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പോളിപെപ്റ്റൈഡ് ചെയിനിലെ ഓരോ മുത്തിന്റെയും പൊസിഷൻ, ആ മുത്ത് എത്ര എണ്ണം എവിടെ, അതായത് ഫസ്റ്റ് അമിനോ ആസിഡ് വാലിൻ ആണെങ്കിൽ അത് വാലിൻ തന്നെ ആയിരിക്കാം. അത് മാറിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ മാറിപ്പോവും, അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റീവ് പ്രോട്ടീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓൾട്ടേർഡ് പ്രോട്ടീൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ആ പ്രോട്ടീന്റെ ആ പൊസിഷൻ, അതിന്റെ നമ്പർ ഒക്കെ വളരെ പർട്ടിക്കുലർ ആണ്. അത് മാറാനേ പാടില്ല. പ്രോട്ടീന്റെ ഒരു പ്രത്യേകതയാണ്. അമിനോ ആസിഡ് സീക്വൻസസ് ഹൈലി സ്പെസിഫിക് ഇൻ കേസ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ. നോക്കിയേ, ഇനി എന്റെ ജീനിലേക്ക് പോകും. നമ്മൾ കണ്ടു ഈ ജീൻ ഓട്ടോസോമൽ ആണ്. അപ്പൊ നമുക്ക് ഈ എക്സിന്റെ ആവശ്യമില്ല. എക്സ് നമ്മൾ ഇപ്പോഴും എടുത്തത് സെക്സ് ലിങ്ക് ആകുമ്പോ, സെക്സ് ക്രോമസോമിലുള്ളപ്പോ. ഇവിടെ ഇത് സെക്സ് ക്രോമസോമിലല്ല, നമ്മുടെ ഓട്ടോസോമില് ഏതോ ഒരു ക്രോമസോമിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ നോർമൽ അലീൽ എങ്ങനെയാണെന്ന് നോക്കാം. റിസസീവ് കണ്ടീഷനിലാണ് ഡിസീസ് ഉണ്ടാവുക, അല്ലെ? അപ്പൊ HB, ഇപ്പൊ ഈ പെപ്റ്റൈഡിനെ നമുക്ക് 2 പെപ്റ്റൈഡ് എന്ന് വിളിക്കാൻ പറ്റും. HbA പെപ്റ്റൈഡ് അല്ലെങ്കിൽ HbA ജീൻ ഉള്ളത് നോർമൽ പെപ്റ്റൈഡ് എന്നും, HbS ജീൻ ഉള്ളത് അല്ലെങ്കിൽ HbS പെപ്റ്റൈഡ് ഡിഫക്റ്റീവ് പെപ്റ്റൈഡുമാണ്. HbS ആണെങ്കിൽ അത് സിക്കിൾ സെൽ അനീമിയ ആണ്. ആ S സിക്കിൾ സെൽ അനീമിയ നോക്കാൻ മതി. HbA ആണെങ്കിൽ അത് നോർമൽ ആണ്. നോക്കിയേ, ഒരു ഓർഗാനിസത്തിൽ, വെദർ ഇറ്റ് ഇസ് ഹ്യൂമൻ ഓർഗാനിസത്തിൽ, ഹ്യൂമൻ ബീങ്ങില് വെദർ ഹി ഓർ ഷീ, ആണാവാം പെണ്ണാവാം, കാരണം ഇതിൽ സെക്സുമായിട്ട് ബന്ധമില്ല. അത് HbA ആണെങ്കിൽ ആള് എങ്ങനെയായിരിക്കും? നോർമൽ ആയിരിക്കും. ഇനി HbS HbS ആണെങ്കിൽ അഫക്റ്റഡ് ആയിരിക്കും. അഫക്റ്റഡ് എന്ന് പറഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളായിരിക്കും. ഇനി HbA HbS ആണെങ്കിൽ അയാളൊരു കാരിയർ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെയാണ്, പക്ഷെ ഇവിടെ സെക്സ് ക്രോമസോമുമായിട്ട് ബന്ധമില്ല, അത്രേ ഉള്ളൂ.
ഇനി നോക്കിയേ, ഇത് എങ്ങനെയാണ് ഡിസീസ് വരുന്നത്? വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ സിക്കിൾ സെൽ അനീമിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ആൻസർ പറയേണ്ടത്, ഇത് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ HbA ജീൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയഗ്രം തന്നിട്ടുണ്ട്, HbS ജീൻ എന്ന് പറഞ്ഞിട്ടൊരു ഡയഗ്രം തന്നിട്ടുണ്ട്. ആ ഡയഗ്രം തന്നിട്ട് ആ പോളിപെപ്റ്റൈഡ് ചെയിൻ, ഈ കണ്ടോ മുത്തുകൾ പോലെ ഇരിക്കുന്നത്, ആ പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ജീനോമിക് പൊസിഷൻ തന്നിട്ട് അത് ഏത് പെപ്റ്റൈഡ് ആണോ, HbA ആണോ HbS ആണോ, അല്ലെങ്കിൽ അത് ഏത് ഡിസീസ് ആണ്, ഡിസീസിന്റെ ക്യാരക്ടേഴ്സ് എന്താണ്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ചോദിക്കാം. അപ്പൊ ഈ ഡയഗ്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കണം. അപ്പൊ ഞാൻ വരച്ച ഡയഗ്രത്തിൽ എല്ലാ അമിനോ ആസിഡിനും എനിക്ക് ശരിക്കും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ അതത്ര വിസ്തരിക്കാതിരിക്കാൻ കാരണം നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഡയഗ്രം വളരെ ക്ലിയർ ആയിട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ടെക്സ്റ്റിലെ ഡയഗ്രം കൃത്യമായി പഠിച്ചിരിക്കണം. അത് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിക്കിൾ സെൽ അനീമിയ. നോക്കിയേ, HbA ജീൻ, നോർമൽ HbA ജീൻ ഒരു ജീൻ എന്ന് പറഞ്ഞാൽ ധാരാളം എന്താ പറയാ ഇതുണ്ട്, ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാവും. ഇതിൽ ഒരു പെർട്ടിക്കുലർ ഭാഗം, ഒരു കുഞ്ഞി ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. GAG എന്ന് പറയുന്ന ഒരു ഭാഗം, അതിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്, ഒരു DNA-ക്ക് 2 സ്ട്രാൻഡ് ഉണ്ടാവും അല്ലെ. ഒരു സ്ട്രാൻഡ് GAG ആണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. A pair with T, adenine with thymine, guanine with cytosine പഠിച്ചിട്ടുണ്ട്. Purine always pair with a pyrimidine പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ GAG, guanine always pair with cytosine, adenine always pair with thymine, and guanine here also guanine always pair with cytosine. അപ്പൊ ഇതൊരു സ്ട്രാൻഡ് ആണ്. ഇനി ഈ സ്ട്രാൻഡിൽ ഒരു mRNA ഉണ്ടാവുകയാണ്. ഇതൊരു DNA ആണ് കേട്ടോ, ഇതൊരു DNA അല്ലെങ്കിൽ ഒരു ജീനാണ്. ആ DNA-ന്ന് mRNA ഉണ്ടാവുകയാണ്. mRNA ഉണ്ടാവുന്ന എവിടെ നിന്നാണ്, ഏതാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഈ CTC ആണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ഇതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് ആണ് mRNA ആയിട്ട് ഉണ്ടാവുന്നത്. DNA-യിൽ നിന്ന് RNA ഉണ്ടാവും, അത് നമ്മൾ നെക്സ്റ്റ് പാഠത്തിൽ പഠിക്കും. DNA, ഇതാണ് DNA, അതിൽ നിന്ന് RNA ഉണ്ടാവും. അപ്പൊ ഈ CTC-യിൽ നിന്നാണ് ഈ പറയുന്ന mRNA, നമ്മുടെ കൺസേൺഡ് mRNA ഉണ്ടാവുന്നത്. അപ്പൊ അവിടുത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോംപ്ലിമെന്ററി ആയിരിക്കും. C ആണെങ്കിൽ G, T ആണെങ്കിൽ A, C ആണെങ്കിൽ G, അതായത് ഇത് തന്നെ ആയിരിക്കും. GAG എന്നുണ്ടായി. ഇനി ഈ GAG എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ സീക്വൻസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇവിടുത്തെ കാര്യം മാത്രമേ, നമുക്ക് ആവശ്യമുള്ള ഭാഗത്തെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. GAG എന്ന് പറഞ്ഞാൽ ഇതൊരു കോഡോൺ ആണ്. 3 നൈട്രജൻ ബേസ് ഒരുമിച്ച് ചേരുമ്പോൾ അതിനെ ഒരു കോഡോൺ എന്ന് വിളിക്കും. ഇറ്റ് കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്. GAG നമ്മളൊരു സ്ഥലത്ത് mRNA വായിച്ചാൽ ഇറ്റ് കോഡ്സ് ഫോർ എ പെർട്ടിക്കുലർ അമിനോ ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പൊ GAG കോഡ്സ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്. ഈ ഗ്ലൂട്ടാമിക് ആസിഡ് കാണുന്നത് നമ്മുടെ ബീറ്റ ചെയിനിലെ 6th പൊസിഷനിലാണ്. നോക്കിയേ, 1 2 3 4 5 6, 6ാമത്തെ പൊസിഷനിലാണ് ആര് കാണുന്നത്? ഈ ഗ്ലൂട്ടാമിക് ആസിഡ് കാണുന്നത്. ഈ ഗ്ലൂട്ടാമിക് ആസിഡിന് കാരണമായിട്ടുള്ള കോഡോൺ ഏതാണ്? GAG. ഇവിടെ ഒരു കോഡോൺ മാത്രം ഉണ്ടെന്നല്ല കേട്ടോ, ഈ mRNAക്ക് ഇങ്ങോട്ടും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് എത്ര ആൾക്കാരുണ്ടാവും? ഇതുപോലെ ഓരോ അമിനോ ആസിഡിനും 3 നൈട്രജൻ ബേസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന് 3 15, ഇതിനു മുമ്പ് 15 നൈട്രജൻ ബേസ് ഇതിനു മുമ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് 16ാമത്തെ വരുന്ന കോഡോൺ ആണ് GAG എന്ന് പറയുന്നത്. ഈ 16ാമത്തെ നൈട്രജൻ ബേസ് ആണ് G എന്ന് പറയുന്നത്. അപ്പൊ 6th പൊസിഷൻ ഈ ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ടാവാൻ കാരണം ഈ GAG ആണ്. ഇതാണ് നോർമൽ പെപ്റ്റിൻ. ഇനി ഇതിലൊരു വ്യത്യാസമാണ്, നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു പോയിന്റ് മ്യൂട്ടേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഒരു നോർമൽ കേസിൽ ഇതാണ് DNA സ്ട്രാൻഡ്, ഇവിടെ GAG, ഇവിടെയൊക്കെ ധാരാളം സീക്വൻസസ് ഉണ്ട്. നമ്മൾ ഈ ഭാഗം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ GAG എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് അതിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് CTC ആയിരിക്കും, അതിനുണ്ടാവുന്ന mRNA GAG ആയിരിക്കും. കോംപ്ലിമെന്ററി ആയിട്ടാണ് mRNA ഉണ്ടാവുക. ഈ GAG എന്ന് പറഞ്ഞാൽ അതൊരു കോഡോൺ ആണ്. അത് കോഡ് ചെയ്യുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെയാണ്. ആ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 6th പൊസിഷനിൽ, ബീറ്റ ഗ്ലോബിൻ ചെയിനിലെ 6th പൊസിഷനിലാണ് ആര് കാണുന്നത്? ഗ്ലൂട്ടാമിക് ആസിഡ് കാണുന്നത്. ഇത് നോർമൽ കേസ് ആണ്. ഇനി ഡിഫക്റ്റീവ് ആയിട്ടുള്ള കേസിൽ എന്ത് സംഭവിക്കും? ഈ ഇവിടെ ഒരു പോയിന്റ് മ്യൂട്ടേഷൻ നടന്നു. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ബേസ് പെയർ വ്യത്യാസം, അതൊക്കെയാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നൈട്രജൻ ബേസിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ അഡിനൈൻ ആയിരുന്ന സ്ഥലത്ത് അഡിനൈൻ മാറി തൈമീൻ വന്നു. അതായത് GAG എന്ന് പറയുന്ന ഒരു ബേസ് സീക്വൻസ് ഉള്ള സ്ഥലത്ത് എന്ത് വന്നു? GTG ആയിട്ട് മാറി. അപ്പൊ അതിന്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് മാറി. എന്തായി? CAC ആയിട്ട് മാറി അല്ലെ. കാരണം ഈ തൈമീന്റെ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ അത് A ആണ്.
അപ്പൊ ഈ CAC എന്ന് പറയുന്ന സ്ട്രാൻഡിൽ നിന്ന് ഉണ്ടാകുന്ന mRNA, ഇത് mRNA ആണ്. ഇവിടെ GAG ആണ് mRNA ഉണ്ടായത്. ഇവിടെ നോക്കിയേ, സിക്ക് G കോംപ്ലിമെന്ററി, എക്ക് T ആണ് കോംപ്ലിമെന്ററി. പക്ഷെ RNAയിൽ തൈമീൻ ഇല്ല. RNAയിൽ തൈമീൻ വരാനുള്ള നൈട്രജൻ ബേസ് ആണ് യുറാസിൽ. അപ്പൊ യുറാസിൽ വന്നു. മനസ്സിലായോ? GAGക്ക് പകരം GUG വന്നു. അപ്പൊ mRNA മാറി. അപ്പൊ GUG കോഡ്സ് ഫോർ വാലിൻ. ഞാൻ ഇവിടെ ഇത്രയും മിസ്റ്റേക്ക്, ബാക്കിയെല്ലാം സെയിം ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര മിസ്റ്റേക്ക് വരയ്ക്കാത്തത്. ബാക്കിയുള്ള ആദ്യം വാലിൻ ആയിരിക്കും, രണ്ടാമത്തെ ഹിസ്റ്റഡീൻ ആയിരിക്കും, മൂന്നാമത്തെ ല്യൂസിൻ, നാലാമത്തെ ത്രിയോണിൻ, അടുത്തത് പ്രൊലീൻ, 5 പ്രൊലീൻ, 6 ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പൊ ഈ ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ആര് വരും? വാലിൻ വരും. വാലിൻ. അപ്പൊ ആ ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് വ്യത്യാസം ഉണ്ടായുള്ളൂ. അതാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവാൻ കാരണം. അപ്പൊ ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ എന്താ? പോയിന്റ് മ്യൂട്ടേഷൻ. ആ പോയിന്റ് മ്യൂട്ടേഷൻ എന്തിനെ റിസൾട്ട് ചെയ്തു? റീപ്ലേസ്മെന്റ് ഓഫ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വാലിൻ ബൈ ഗ്ലൂട്ടാമിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ഇവിടെ വാലിൻ വന്നു. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം വന്നപ്പോ ഇയാളെന്തായി പോയി? അവിടെ ഒരു ചെറിയ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ആള് സിക്കിൾ സെൽ അനീമിക് ആയി. അതാണ് ഡിസീസ് കണ്ടീഷൻ. മനസ്സിലായോ? ഒരു കുഞ്ഞേ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ A ആയിരുന്നു അഡിനൈന് പകരം ഇവിടെ മാറി തൈമീൻ വന്നു. അപ്പൊ അത് ആരെ എഫക്ട് ചെയ്തു? GUG ആയി mRNA. GUG കോഡ്സ് ഫോർ വാലിൻ, GAG കോഡ്സ് ഫോർ ഗ്ലൂട്ടാമിക് ആസിഡ്. ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് സിക്കിൾ സെൽ അനീമിയ. ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. ഒരു കുഞ്ഞെ നൈട്രജൻ ബേസ് അഡിനൈൻ മാറി, അഡിനൈൻ തൈമീൻ സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. അപ്പൊ സ്ട്രക്ചർ ഒന്ന് നോക്കി നോക്കൂ. ഒരു ചെറിയ നൈട്രജൻ ബേസ് മാറി വേറൊന്നായപ്പോഴാണ് ആൾ എന്തായത്? സിക്കിൾ സെൽ അനീമിക് ആയത്, ഡിസീസ് കണ്ടീഷൻ വന്നത്. അതാണ് പറയുന്നത്, വളരെ കുഞ്ഞ് വേരിയേഷനെ വന്നിട്ടുള്ളൂ. ഇതാണ് സിക്കിൾ സെൽ അനീമിയ. ഇനി സിക്കിൾ സെൽ അനീമിയക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാർക്ക് മലേറിയ വരില്ല. അതായത് സിക്കിൾ സെൽ അനീമിയയുടെ HBS ജീനില്ലേ, ആ ജീൻ ഉള്ള ആൾക്കാർക്ക് അവർ മലേറിയ റെസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് പ്ലിയോട്രോപ്പിസം എന്ന് പറയാം. അതായത് ഒരു സിംഗിൾ ജീനാണ് HBS എന്ന് പറയുന്ന സിംഗിൾ ജീനാണ്. ഇറ്റ് കൺട്രോൾസ് 2 ഡിഫറെന്റ് phenotypes. ഏതൊക്കെയാ? It causes sickle cell anemia while it prevents malaria. അത് നിങ്ങൾ ടെസ്റ്റിൽ ഇല്ല, എഴുതിയെടുക്കാം. സിക്കിൾ സെൽ അനീമിയ ഉള്ള ആൾക്കാർക്ക് person suffering from sickle cell anemia will be resistant to ആരോടാ റെസിസ്റ്റന്റ് ആയിരിക്കുക? റെസിസ്റ്റന്റ് ടു മലേറിയ. വൈ എന്ന് ചോദിക്കും. ബിക്കോസ് ആ ജീൻ 2 കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. അതൊരു പ്ലിയോട്രോപിക് കണ്ടീഷനാണ്. ഇതാണ് സിക്കിൾ സെൽ അനീമിയ എന്നുള്ളത്. പിന്നെ ഈ സിക്കിൾ സെൽ അനീമിയക്ക് വേറെ പ്രത്യേകത, നിങ്ങളുടെ ടെക്സ്റ്റില് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. ആ ഓട്ടോസോമൽ പെഡിഗ്രി അനാലിസിസില് കാണിച്ചിരിക്കുന്ന ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിക്കിൾ സെൽ അനീമിയ ആണ്. സിക്കിൾ സെൽ അനീമിയയുടെ പ്രത്യേകത അതിങ്ങനെ ജനറേഷൻ സ്കിപ്പ് ചെയ്ത് വേണമെങ്കിൽ വരും. നമ്മൾ നേരത്തെ പെഡിഗ്രി അനാലിസിസ് പഠിച്ചപ്പോൾ പറഞ്ഞു, എന്താ പറയാ, ക്ലോസ് റിലേറ്റീവ്സ്, കോൺസാങ്ഗ്വിനസ് മേറ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള മേറ്റിംഗ് അവോയ്ഡ് ചെയ്യണമെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. HbA HbS ഇതാരായിരിക്കും? ഇതൊരു നോർമൽ ആണ്. ഇത് മെയിൽ എന്ന് വിചാരിക്കാം, ഇവിടെ ഫീമെയിൽ. HbA HbS ഇവർ രണ്ടുപേരും പ്രത്യക്ഷത്തിൽ നോർമൽ അല്ലേ? കാരിയേഴ്സ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും പ്രത്യക്ഷത്തിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് സിക്കിൾ സെൽ അനീമിയ ഒന്നും ഇല്ല. ഒരു പ്രശ്നമില്ല. അവര് കല്യാണം കഴിച്ചു, അവർ റിലേറ്റീവ്സ് ആണ്. അപ്പൊ ആ 2 ആൾക്കാരിലും എന്തുണ്ട്? ഈ HbS എന്ന് പറയുന്ന ജീൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് റിസസീവ് കണ്ടീഷനിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഇവര് കല്യാണം കഴിച്ചു. HbA ഇത് മെയിലോ ഫീമെയിലോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല കേട്ടോ, കാരണം ഇറ്റ് ഇസ് നോട്ട് സെക്സ് ലിങ്ക്ഡ്. ഇതൊരു കുട്ടി ഉണ്ടായി, ഇത് കുഴപ്പമില്ല, ഇത് നോർമലാണ്. ഇനി HbA HbS എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായി, ഇതും കുഴപ്പമില്ല, കാരിയർ എന്ന് വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ പുറമെ ഡിസീസ് ഇല്ല. ഇനി HbA HbS ഇതും കാരിയർ, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനൊരു കണ്ടീഷൻ വരില്ലേ? HbS HbS ഇതാരാണ് അഫക്റ്റഡ്? അതായത് ഇയാൾക്ക് സിക്കിൾ സെൽ അനീമിയ ഉണ്ട്. ആണോ പെണ്ണോ ആവാം കേട്ടോ. അപ്പൊ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ?
ഒരു കുട്ടിക്ക് ഡിസീസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പോസിബിലിറ്റി എത്ര? 25% ആണ് അല്ലെ. 4 കുട്ടികളിൽ ഒരാൾക്ക് ഡിസീസ് എന്ന് പറഞ്ഞാൽ 25% അല്ലേ? 4/1 1/4 അല്ലെ. 25% ആണ് അതിന്റെ ഡിസീസ് കണ്ടീഷനുള്ള ചാൻസ്. അതാണ് പറയുന്നത്. ഒരു റിസസീവ് ആയിട്ട് കിടക്കുന്ന നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയില് റിസസീവ്, നമ്മുടെ പെഡിഗ്രി ചാർട്ടില് റിസസീവ് ആയിട്ട് കിടക്കുന്ന അലീൽസിന്റെ റീഅപ്പിയറൻസ് ഇൻ ദർ ഹോമോസൈഗസ് കണ്ടീഷൻ വിച്ച് മേ ബി ഹാർംഫുൾ can occur in consanguineous mating. മനസ്സിലായോ എന്താണ്? Some traits which are seen in recessive condition or which are suppressed in the previous generation may reappear in their homozygous condition which may be harmful. Which അത് reappear ചെയ്തു അല്ലെ? In the homozygous condition which may be harmful. ഇത് harmful ആണ്, affected ആണ്. എങ്ങനത്തെ മീറ്റിംഗില്? കോൺസാങ്വിനസ് മീറ്റിംഗില്. അതാണ് കോൺസാങ്വിനസ് മീറ്റിംഗ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞതിന് കാരണം. ആ ടെക്സ്റ്റിലെ പെഡിഗ്രി ചാർട്ട് തന്നു കഴിഞ്ഞാലും ഇത് ഏത് ഡിസീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിൾ സെൽ അനീമിയ ആണ്. അതിന് കാരണം നോക്കിയേ, ഈ രണ്ടാൾക്കാർ, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സാധനം തന്നെയാണ്. ഈ രണ്ടാൾക്കാര് അവർക്കൊരു പ്രശ്നമില്ല, ഒരു കല്യാണം കഴിച്ചു. നോക്കിയേ, അവർക്ക് എത്ര പിള്ളേരുണ്ടായി? 1 2 3 4 5 കുട്ടികളുണ്ടായി. 5 കുട്ടികളിൽ 2 പേര് ഷെയ്ഡ് അല്ലേ? ഒരാണും ഒരു പെണ്ണും അഫക്റ്റഡ് ആണ്. ആണും പെണ്ണും ഈക്വൽ പ്രോബിലിറ്റിയിൽ വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ദ ഡിസീസ് ഇസ് ഓട്ടോസോമൽ. നോക്കിയേ, അത് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലായിരുന്ന ഒരു സ്ത്രീ ഒരാളെ കല്യാണം കഴിച്ചു, അവിടെയും ഒരു കുട്ടിക്ക് ഡിസീസ്. മനസ്സിലായോ? അതായത് ഒളിഞ്ഞിരിക്കുകയാണ് ഡിസീസ്, റിസസീവ് കണ്ടീഷൻ. ആ പാരന്റ്സിന് ഒരു കുഴപ്പമില്ല, കുട്ടിക്ക് ഡിസീസ് ഉണ്ട് എന്നൊരു കണ്ടീഷൻ വന്നാൽ തീർച്ചയായിട്ടും അത് റിസസീവ് അലീലായിരിക്കും ആ ഡിസീസിന് കാരണം. മനസ്സിലായോ? ഇതാണ് സിക്കിൾ സെൽ അനീമിയ.